നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ അമിതാധ്വാനത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാനും മാസത്തിൻ്റെ ഒടുവിൽ 1-2 ദിവസം അവധിയെടുത്ത് വിശ്രമ ജീവിതം നയിക്കാനും അവസരം ഉണ്ടാകും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെടുന്നവർക്കാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വളരെ കുറയുന്നതിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങൾ കുറയുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ജൂൺ മാസത്തിന് ശേഷം തിരിച്ചു കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ജനുവരി, ഫെബ്രുവരി എന്നീ മാസകാലങ്ങളിൽ വിളവെടുപ്പ് അനുകൂലമായി തീരുവാനിടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി ചെയ്തു തീർക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. കല, സാഹിത്യം, കായികം, ചിത്രം വര, ശില്പവിദ്യ മുതലായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും അന്വേഷണങ്ങൾ വന്നു ചേരുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ കാലയളവിൽ അത്ര തന്നെ നേട്ടമുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് അന്വേഷണങ്ങൾക്ക് ഒരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു മാസത്തിൽ മിക്ക ദിവസങ്ങളിലും അത് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തൊഴിൽ മണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിലെ പല വിധത്തിലുള്ള നിബന്ധനകൾ വന്നു ചേരുന്നതിനാൽ വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നവർ തൽക്കാലത്തേക്ക് ചിലതിൽ നിന്നെല്ലാം പിന്മാറുവാനോ ഈ ജന്മനാട്ടിൽ തന്നെ ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ നല്ലതൊക്കെ ആണെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ചെലവ് അല്ലെങ്കിൽ പണം ചെലവാക്കാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ആശയങ്ങളെല്ലാം അവലംബിച്ചും കൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരം വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹനോപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുമാണ്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടാകും. അച്ഛന് പല പ്രകാരത്തിലും അസുഖങ്ങളും ആശുപത്രിവാസവും വേണ്ടി വരുന്നതിൻ്റെ വെളിച്ചത്തിൽ 2-3 ദിവസം ആശുപത്രിയിൽ വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജീവിതമാർഗത്തിന് പുതിയതായുള്ള ആശയങ്ങൾ തുടങ്ങുവാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പ്രണയബന്ധത്തിന് ചില അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് നിരുപാധികം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുന്നത് വഴി മനസ്സിന് സ്വസ്ഥതക്കേടുകൾ ധാരാളം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും മാതാപിതാക്കളിൽ നിന്നും ഇതൊരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ടുള്ള പകർച്ചവ്യാധി പിടിപെടുവാനും 1-2 ദിവസം അവധിയെടുക്കുവാനും അല്ലെങ്കിൽ 2 ആഴ്ച ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തം കൺവെട്ടത്തിലും സ്വന്തം ആശയവിനിമയത്തിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പണം മുതൽ മുടക്കാം. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗം ചെയ്യുന്ന മക്കൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തേടുവാനായിട്ട് അനുഭവജ്ഞാനമുള്ളവരെ അല്ലെങ്കിൽ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ
കാണുവാനും അതൊരു ഫലപ്രദമായുള്ള രീതിയിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. വിദേശ പര്യടനത്തിന് വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിട വരും. ഒരു പക്ഷേ ഏപ്രിൽ മെയ് മാസക്കാലങ്ങളിലായിരിക്കാം അതിനു വേണ്ടിയതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കാനും അല്ലെങ്കിൽ മറ്റു ചിലർക്ക് പുതിയതായിട്ട് ഗൃഹം നിർമ്മിക്കാനോ വാങ്ങിക്കാനോ ഉദ്ദേശിക്കുന്നവർക്കും അതിൽ വാസ്തുശാസ്ത്രപ്രകാരം തന്നെ ഗൃഹപ്രവേശന അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. നീതിയുക്തമായിട്ടുള്ള സമീപനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്ത് തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സർവർക്കും സ്വീകാര്യമായുള്ള നിലപാട് അനുവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. ഓർമ്മശക്തി കുറവിനാൽ പല കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തും കൊണ്ടും ഏറ്റെടുക്കാനുള്ള അവസരം ഒരുപക്ഷെ മേലധികാരികളുടെയും ഉടമസ്ഥരുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും ഇതിന് ഉപോത്ബലകമായി തരുവാനും അതിന് തയ്യാറാകുവാനും ഇടയുണ്ട്. പ്രവർത്തന തലങ്ങളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുന്നത് വഴി ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ഒരു ഉൾഭയം ഉണ്ടാകുവാനിടയുണ്ട്. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവുകയില്ലയോ എന്ന ഒരു ഉൾഭയം പലതും ഉണ്ടാകുമെങ്കിൽ പോലും അതിൻ്റെ ആ പ്രവർത്തന ശൈലിയിലുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴിയും ഈശ്വരാരാധനകളും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശീസ്സുകളും ഇതിനെ ഉപോത്ബലകമായി തീരുവാനും ഏറ്റെടുത്ത ലക്ഷ്യം കൃത്യമായുള്ള ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. പൊതുവെ അന്യരെ പഴി പറയാതെ അന്യർ ചെയ്യുന്ന ബന്ധങ്ങൾ സ്വന്തം നിലയിൽ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ ധ്രുവീകരിച്ചുകൊണ്ട് ജീവിതത്തെ മാനിക്കുന്നതും ജീവിതത്തെ ഉൾക്കാഴ്ചയോടുകൂടിക്കൊണ്ട് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സ്വയമേവ ആർജിക്കുന്നത് പോലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷത്തിന് വഴിയൊരുക്കുവാൻ പുണർദം നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള ഗുരുകാരണവന്മാരെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇടവരും. ഒരു പക്ഷേ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുക എന്നത് മാത്രമല്ല, അവരുടെ മക്കൾക്ക് തൊഴിൽ മേഖല, പഠിപ്പ് മുതലായവയ്ക്ക് പോലും ഒരു വാഗ്ദാനം നൽകുവാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. പലപ്പോഴും മനസ്സിലുദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ള കാലതാമസമോ തടസ്സങ്ങളോ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ധാരാളം മനനം ചെയ്തും കൊണ്ടും വീണ്ടും വിചാരത്തോടുകൂടിയും കാര്യകാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച് ലക്ഷ്യപ്രാപ്തി നേടുവാനാണ് പല കാര്യങ്ങൾക്കും സാധ്യത കാണുന്നത്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളെയും ഉപേക്ഷിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാനിടയുണ്ട്. ഈ സാഹചര്യങ്ങൾക്കെല്ലാം തന്നെ മാതാപിതാക്കളിൽ നിന്നും അനുഗ്രഹാശിസ്സുകൾ വന്നു ചേരുവാനും ഇടയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മേലധികാരി മറ്റ് ജോലികൾ നേടിപ്പോയതിനാൽ തീർത്തും അവിചാരിതമായിട്ടാണ് ഇതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളുടെ ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷമാണ് ആ ഒരു തസ്തിക ലഭിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ മേലധികാരിയുടെ തസ്തികയോടുകൂടി മറ്റൊരു സ്ഥാപനത്തിൽ മറ്റൊരു ഉന്നത പദവിയോടുകൂടിയ ഉദ്യോഗത്തിനും ജൂൺ മാസത്തിന് ശേഷം അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് ക്ഷീണാവസ്ഥകൾ വരുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കുവാനും ചിലർക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി ലഭിച്ച പണം ലഭിച്ചാൽ മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ള അവസരത്തെ പോലും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും.
വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വികസ്വര രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് പരിശ്രമിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും പഠിപ്പിനോടൊപ്പം ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. പഠിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാലും താമസ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാലം അവിടെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാം എന്ന അനുമതി ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലരും അതിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഊർജ്ജസ്വലതയോട് പ്രവർത്തിക്കണം എന്ന് തോന്നൽ ഉണ്ടാകുമെങ്കിൽ പോലും സഹപ്രവർത്തകരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വളരെ കുറവുള്ളതുകൊണ്ട് പല കാര്യങ്ങളും ഓർമ്മിച്ചും കൊണ്ട് ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മനസ്സിന് സ്വല്പം അസ്വാസ്ഥ്യം അല്ലെങ്കിൽ മടുപ്പ് അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. വസ്തുവാഹന ക്രയവിക്രയത്തിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. ഭൂമി ക്രയവിക്രയങ്ങളിൽ നിന്നും നേട്ടം വളരെ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ നീക്കിയിരിപ്പും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുവാനിടയുണ്ട്. ഹ്രസ്വകാല പാഠ്യപദ്ധതികളൊക്കെ ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിദേശത്ത് അവിചാരിതമായിട്ട് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് വിപരീതമായി തീരുവാനിടയുണ്ട്. നിലവിലുള്ള വ്യാപാരത്തിൽ അല്ലെങ്കിൽ വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അർഹതയുള്ളവരെ ഏൽപ്പിക്കുവാനോ ലഭിച്ച വിലയ്ക്ക് വിൽക്കുവാൻ തീരുമാനിക്കുവാനോ സാധ്യത പോലും കാണുന്നതുമുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. കഴിവും അറിവും പ്രാപ്തിയുമുള്ളവർ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചും കൊണ്ടും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടും കൊണ്ടും ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ വരും. പ്രാചീന സംസ്കാരം അല്ലെങ്കിൽ അതേപോലെ തന്നെ ദിനചര്യാക്രമങ്ങൾ എന്നിവ അനുവർത്തിക്കുന്നത് വഴി പകർച്ചവ്യാധിയെ അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. സജ്ജന സംസർഗത്താൽ ചിന്തകൾ വർദ്ധിക്കാനിടവരും. മംഗളകർമ്മങ്ങളിൽ അവിചാരിതമായിട്ട് പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള അവസരം ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് ഗുണകരമായി തീരുവാനിടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ചിത്രംവര, ശില്പവിദ്യ, കലാകായികരംഗങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ കൂട്ടത്തിൽ ഭാരതീയ ശാസ്ത്രശാഖകൾ എന്നിവയിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. കുടുംബ തർക്കം പരിഹരിക്കുവാനായിട്ട് നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. സ്ഥാപനത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പുതിയ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുന്നത് വഴി ക്രിയാത്മകമായി പ്രവർത്തിക്കാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. സംസർഗ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പലപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ആത്മസംയമനത്തോടുകൂടിയും ആത്മനിയന്ത്രണത്തോടുകൂടിയും അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചും കൊണ്ടും എല്ലാ മേഖലകൾക്കും പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ തൽക്കാലത്തേക്ക് ജീവിത പങ്കാളിയെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കുവാൻ തീരുമാനിക്കും. മറ്റു ചിലർക്ക് ജോലിയോട് ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഈ ഒരു പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിൽ വേണ്ടി വരുവാനിടയുണ്ട്. നമസ്കാരം.